ഹലോ എവ്രി വൺ. എന്തല്ല, ഐ തിങ്ക് 2 days ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഓൾമോസ്റ്റ് എവറി ഡേ സെയിം റൂട്ടീൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും കണ്ടന്റ് കിട്ടലില്ല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടാവില്ല വിത്തിൻ എനി ഓഫ് ദി വ്ളോഗ്സ്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ റൂമിലിരിക്കുമ്പോൾ ഹൗ മൈ ഡേ ഗോസ്. ആൻഡ് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തിനാണ് ദുബായിൽ വന്നത്, വാട്ട് ഐ ആം ഡൂയിങ് ഹിയർ ആൻഡ് ഓൾ. ഞാൻ ഇവിടെ വന്നത് ആക്ച്വലി ടു ലുക്ക് ഫോർ എ ജോബ്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ, റെഫറൻസ്, അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു കളിയാണ്. എനിവേസ്, ഇൻഷാല്ലാ ഐ എം ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ ലെറ്റ്സ് ജസ്റ്റ് എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാറുള്ളത്, ഞാനിപ്പോൾ ഇവിടെ ഒറ്റക്കാണ്. സോ ഞാൻ മോർണിംഗിൽ എന്തെങ്കിലും ചെറിയൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കില്ലേ, ലൈക്ക് കോൺഫ്ലെക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ബ്രെഡ് ആൻഡ് ജാം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നൂഡിൽസ്, അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആക്കല്. ഇന്നും പതിപോലെ തന്നെ കോൺഫ്ലെക്സ് ആയിരുന്നു. പിന്നെ ഞാൻ ലഞ്ചിന് എന്തെങ്കിലും കാര്യമായിട്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ലൈക്ക് നൂഡിൽസോ ഓംപ്ലേറ്റോ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ആക്കലെന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇന്ന് ലഞ്ചിന് മുട്ടക്കറിയും നൂൽപുട്ടും. എനിക്ക് ലഞ്ചിന് ചോറിന് വേണമെന്നൊക്കെ നിർബന്ധമില്ല. ഈ മുട്ടക്കറി ഭയങ്കര അടിപൊളിയായിട്ടൊന്നുമില്ല, എൻ്റെ അടുത്തുള്ള ഒരു 2-3 പൊടികൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. നാട്ടിൽ നിന്ന് ഐ തിങ്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യല്. ജിഞ്ചറോ ഗാർലിക്കോ വാങ്ങലില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാൽ ഇറ്റ് വിൽ ബി ഈസി. ദി റൂം ഇസ് ആക്ച്വലി 6 people ഷെയറിങ്. അതുകൊണ്ടാണ് ഫ്രിഡ്ജും പാത്രവും എല്ലാം അവിടെ ഇവിടെ എല്ലാം ഉള്ളത്. ലൈക്ക് അവർ കുക്ക് ചെയ്തിട്ട് പോയാൽ അത് ഒരു സൈഡിൽ വെച്ചിട്ടാണ് പോവാം. പിന്നെ ഇത്ര ആളുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ട്രൈപോഡൊന്നും എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ലൈക്ക് ഞാനിപ്പോൾ വന്നിട്ട് അത്രയല്ല ആയിട്ടുള്ളൂ. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ദേ വിൽ ബി ഓക്കെ വിത്ത് ഇറ്റ് ഓർ നോട്ട്. അതുകൊണ്ടാണ് കുറേ ക്ലിപ്സ് ഭയങ്കര ഷേക്കി ആയിട്ടുള്ളത് ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കാനാണ് നോക്കിയത്. ഇൻഷാല്ലാ ഒന്നും കംഫർട്ടബിൾ ആയാൽ ട്രൈപോഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം ഞാൻ ആരും ഇല്ലാത്ത സമയത്ത് എടുത്തത്. എല്ലാവരും വന്നാൽ പിന്നെ ഒന്നും എടുക്കാൻ പറ്റൂല, ഫുള്ള് ക്രൗഡഡ് ആയിരിക്കും. ഈ പാത്രങ്ങളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഇഡ്ഡലി തട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇറ്റ് ഇസ് വെരി ഹാൻഡി. അതായത് നമുക്ക് ലൈക്ക് ചൂടാക്കാനും ഇഡ്ഡലി ഇടാനും എല്ലാത്തിനും യൂസ് ചെയ്യുക. ചെറിയതുമാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ അവരുടെ പാത്രങ്ങളെല്ലാം അവിടെ ഉണ്ട്. ലൈക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പാത്രങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ നൂൽപുട്ട്, ചപ്പാത്തി, ദോശ മിക്സ് എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഞാനും നൂൽപുട്ട് റെഡിമെയ്ഡ് ആയിട്ടാണ് വാങ്ങിച്ചത്. ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. പിന്നെ ഡിന്നറിനും ഞാൻ ഇത് തന്നെയായിരുന്നു കഴിച്ചത്. കറി ഞാൻ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴെല്ലാം അറിയാം ഹൗ ലൈക്ക് വി ആർ ബ്ലെസ്ഡ്. നമ്മൾ പല കാര്യങ്ങളും എത്ര ഗ്രാൻഡഡ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന്. ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ടെല്ലാം ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഐ ഹാവ് വെൻ ഐ വാസ് ലൈക്ക് ഇൻ ഡൂയിങ് മൈ മാസ്റ്റേഴ്സ്. ബട്ട് സ്റ്റിൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ഫുഡ് ഉണ്ടാക്കണ്ടേ, എന്താ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കണ്ടേ, അങ്ങനത്തെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്ത് സാധനങ്ങളാണ് തീർന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് വാങ്ങണ്ടേ, ലൈക്ക് അതൊക്കെ ഇറ്റ് വാസ് ലൈക്ക് എ ബ്ലെസ്സിങ്. എനിവേസ്, നമ്മൾ ഒറ്റക്കാകുമ്പോൾ ആ സർവൈവൽ മൂഡിൽ നമ്മൾ ഇത് തനിയെ ചെയ്തോളും. റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വർക്കിംഗ് ആണ്. ഇത് നമ്മൾ കിച്ചണിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലില്ല. റൂമിൽ തന്നെ ടേബിൾ ഉണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നിട്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കല്. പിന്നെ കുറച്ച് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇങ്ങനത്തെ റൂമിലത്തെ കുറച്ച് ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ യൂട്ടിലിറ്റീസ് ഒക്കെ അവർ തന്നെ തരും. ഈ ഫ്രിഡ്ജ്, ഗ്യാസ്, അതൊക്കെ ഓൾറെഡി ഇറ്റ് വിൽ കം വിത്ത് ദ റൂം. ഇതെല്ലാം എന്നിട്ട് ഞാൻ കാര്യമായിട്ട് ചെയ്യൽ. ക്ലീനിങ് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് വീക്ക്ലി 2 ഒരാൾ ക്ലീൻ ചെയ്യാൻ വരും. വീട്ടിലിരിക്കുമ്പോൾ ഇതെല്ലാം തന്നെയാണ് ചെയ്യലുള്ളൂ. പിന്നെ 15 സമയം ഞാൻ ഫുള്ള് ജോബ് ഹണ്ടിങ്ങിനും ഫുള്ള് ലിങ്ക്ഡിൻ ആ സൈറ്റിലൊക്കെ നോക്കി അങ്ങനെ ഫുള്ള് ടൈം നോക്കാം. അപ്പം ഇതെല്ലാം തന്നെ ഞാൻ ചെയ്യലുള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ള റൂമിലുള്ള ആൾക്കാരെല്ലാം വന്ന് അവരുടെ അടുത്ത് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിച്ച് കുളിച്ച് കിടന്നുറങ്ങും. സോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.